യൂട്യൂബിലെ വീഡിയോസുകൾ നിങ്ങൾ നിരന്തരം കാണാറുണ്ടോ? എന്നാൽ യൂട്യൂബിൽ നിങ്ങൾ കാണുന്ന വീഡിയോസിൻ്റെ എല്ലാ ഹിസ്റ്ററികളും മറ്റുള്ളവർക്കും കാണാൻ സാധിക്കും. എന്നാൽ ഇപ്പോൾ പുതിയ അപ്ഡേറ്റിൽ യൂട്യൂബിൻ്റെ എല്ലാ ഹിസ്റ്ററികളും നമുക്ക് ലോക്ക് ചെയ്ത് സൂക്ഷിക്കാൻ സാധിക്കും. പല ആളുകൾക്കും ഈ ഒരു സിസ്റ്റം അറിയില്ല. യൂട്യൂബിൻ്റെ അകത്ത് തന്നെയാണ് ഈ ഒരു സംഭവം വന്നിട്ടുള്ളത്. ഇതെങ്ങനെയാണ് എനേബിൾ ചെയ്യുക, എന്തൊക്കെയാണ് ഈ സെറ്റിങ്സിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്ന് തുടർന്ന് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ, ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തതിന് ശേഷം ഓളുന്ന ഭാഗം സെലക്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ FTM ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ യൂട്യൂബ് ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ താഴെ വലതുവശത്ത് നമ്മുടെ പ്രൊഫൈൽ ഐക്കൺ കാണാൻ സാധിക്കും. ജസ്റ്റ് അവിടെ നിന്ന് ടാപ്പ് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഏറ്റവും മുകളിൽ വലതുവശത്തായിട്ട് സെറ്റിങ്സിൻ്റെ ഗിയർ ചിഹ്നം കാണാൻ സാധിക്കും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കുറച്ച് താഴെയായിട്ട് ഇവിടെ നമുക്ക് മാനേജ് ഓൾ ഹിസ്റ്ററി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഈ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് ഗൂഗിൾ പ്രൊട്ടക്ട്സ് യുവർ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് അവിടെ ഒന്ന് ടാപ്പ് ചെയ്യുക. ഇവിടെ രണ്ട് ഓപ്ഷൻസുകളാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. ഡോണ്ട് റിക്വയർ എക്സ്ട്രാ വെരിഫിക്കേഷൻ എന്നും അതുപോലെ തന്നെ റിക്വയർ എക്സ്ട്രാ വെരിഫിക്കേഷൻ എന്നും ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് വായിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. മാനേജ് മൈ ആക്ടിവിറ്റി വെരിഫിക്കേഷൻ എന്ന ഭാഗത്ത് നമുക്ക് മുകളിലത്തെ ഓപ്ഷനാണ് നമുക്ക് തിരഞ്ഞെടുക്കേണ്ടത്. ജസ്റ്റ് അവിടെ നിന്ന് തിരഞ്ഞെടുത്തതിന് ശേഷം ഇവിടെ താഴെ സേവ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും യൂസ് യുവർ പാസ് കീ ടു കൺഫേം ദാറ്റ് ഈസ് റിയലി യു എന്ന ഭാഗം കാണാൻ സാധിക്കും. നിങ്ങളുടെ മെയിൽ ID ഇവിടെ എഴുതിയിട്ടുണ്ട്. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കണ്ടിന്യൂ എന്ന ഭാഗം കാണാൻ സാധിക്കും. ജസ്റ്റ് അവിടെ നിന്ന് ടാപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ സ്ക്രീൻ ലോക്ക് ഇവിടെ സെലക്ട് ചെയ്യുക. ഫിംഗർ പ്രിൻ്റ് ആണെങ്കിൽ അത്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്ക്രീൻ ലോക്ക്. നിങ്ങളുടെ സ്ക്രീൻ ലോക്ക് ഏതാണ് കൊടുത്തിട്ടുള്ളത് അത് നിങ്ങൾ ഇവിടെ കൊടുക്കുക. ഞാനിപ്പോൾ ഫിംഗർ പ്രിൻ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ലോക്കായിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് നമുക്ക് നമ്മുടെ ഹിസ്റ്ററി നമുക്ക് തന്നെ എടുക്കാൻ സാധിക്കില്ല. ഇവിടെ താഴെ വെരിഫൈ എന്ന ഭാഗം കാണാൻ സാധിക്കും. ജസ്റ്റ് അവിടെ നിന്ന് ടാപ്പ് ചെയ്തിട്ട് നമ്മുടെ ഫിംഗർ പ്രിൻ്റ് അല്ലെങ്കിൽ നമ്മൾ എന്താണ് ലോക്ക് കൊടുത്തത് അതിവിടെ എൻ്റർ ചെയ്താൽ മാത്രമേ ഇതിൻ്റെ ഹിസ്റ്ററിയൊക്കെ കാണാൻ സാധിക്കൂ. ഞാനിവിടെ കണ്ടിന്യൂ കൊടുക്കുകയാണ്. കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം ഇവിടെ വീണ്ടും ഫിംഗർ പ്രിൻ്റ് കൊടുക്കണം. ഫിംഗർ പ്രിൻ്റ് കൊടുത്ത ഉടനെ ഇത് ഓപ്പൺ ആയിട്ട് വരും. ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മുടെ ഹിസ്റ്ററികളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് ഈ ഒരു ലോക്ക് സിസ്റ്റം വേണ്ട എന്നുണ്ടെങ്കിൽ ഇവിടെ യൂട്യൂബ് തുറന്നിട്ട് നേരത്തെ കാണിച്ച പോലെ തന്നെ മുകളിൽ കാണുന്ന സെറ്റിങ്സിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ മാനേജ് ഓൾ ഹിസ്റ്ററി എന്ന ഭാഗം വീണ്ടും സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ ആ രണ്ടാമത്തെ ഓപ്ഷൻ ഗൂഗിൾ പ്രൊട്ടക്ട്സ് എന്ന് പറയുന്ന ഗൂഗിൾ മൈ ആക്ടിവിറ്റി വെരിഫിക്കേഷൻ എന്ന നീല കളറിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഡോണ്ട് റിക്വയർ എക്സ്ട്രാ വെരിഫിക്കേഷൻ എന്ന ഭാഗത്ത് തന്നെ മാറ്റി കൊടുത്തിട്ട് ഇവിടെ സേവ് കൊടുത്താൽ മതി. ഇതിപ്പോൾ സാധാരണ പോലെ തന്നെ ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മുടെ ഹിസ്റ്ററികളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ തന്നെ ആ മാനേജ് മൈ ആക്ടിവിറ്റി എന്ന നീല കളറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴത്തെ ഓപ്ഷനാണ് ഇപ്പോൾ സെലക്റ്റഡ് ആയിട്ടുള്ളത്. ഈ ഒരു സെറ്റിങ്സ് നിങ്ങൾക്ക് മുമ്പേ അറിയുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ തന്നെ അറിയാത്തവർക്ക് വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.